ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പേഴ്സ് പോയ കഥയൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. കമലം നാളെ വീട് സംഘടിപ്പിച്ചു തരാം, ഇന്നൊരു രാത്രി നമുക്ക് ഈ അമ്പലനടയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിച്ചു കൂട്ടാന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇനി സെക്യൂരിറ്റി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ചോദിക്കുമ്പോൾ അയാളിനി ഇങ്ങോട്ടത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇയാൾക്കുള്ള ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പൊതി വിഷ്ണു തുറന്നു വയ്ക്കുകയാണ്. അന്നേരം ഒരു 3 ഇഡ്ഡലിയും കറിയും മാത്രമാണുള്ളത്. അന്നേരം ശാലിനി ചിന്തിക്കുകയാണ്, പേഴ്സ് കളഞ്ഞു പോയെങ്കിൽ പിന്നെ ഭക്ഷണം വാങ്ങിക്കാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിക്കാണും? ചിലപ്പോൾ വല്ല ജോലിയും ഒക്കെ ചെയ്ത് പണം കിട്ടിക്കാണും, അതായിരിക്കും താമസിച്ചത്, പാവം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ എങ്ങ് നോക്കിയാണ്. അന്നേരം വിഷ്ണു പൊതിയൊക്കെ തുറന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് വെക്കുകയാണ്. അതേസമയം ശാലിനി പറയുന്നുണ്ട്, ചിലപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം വാങ്ങാനായിട്ട് പൈസ തികഞ്ഞത് കാണില്ല, അതായിരിക്കും എനിക്ക് വേണ്ടി മാത്രം വാങ്ങിയത് എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് പൈസ മിച്ചം പിടിച്ച് വെച്ചിട്ടുണ്ടാകാം എന്നൊക്കെ വിഷ്ണുവിനെ കുറിച്ച് ഓർത്തങ്ങ് ശാലിനി സങ്കടപ്പെടുകയാണ്. എന്നിട്ട് കഴിക്കാൻ പറയുമ്പോൾ ശാലിനി അങ്ങ് കള്ളം പറയുകയാണ്, ഞാനാണെങ്കിൽ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് പ്രസാദം വയറ് നിറച്ച് കഴിച്ചു, വയറ് പൊട്ടാറായി, വിഷ്ണുവേട്ടൻ കഴിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ടാണ് ഇയാൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്, ഇയാൾ കഴിക്കുമെന്നും പറഞ്ഞ് അത് ശാലിനിയുടെ അടുത്തേക്ക് നീക്കി വയ്ക്കുകയാണ്. എനിക്ക് വേണ്ട, വിഷ്ണുവേട്ടൻ കഴിച്ചോ എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് പിണക്കം ഭാവിക്കുകയാണ്, ഞാൻ കഴിച്ചല്ലോ, ഇയാൾ കഴിക്കുമെന്ന്. രണ്ടുപേരും അങ്ങ് 2 സൈഡിലേക്ക് പിണങ്ങിയിരിക്കുകയാണ്. പക്ഷേ ശാലിനി മനഃപൂർവ്വമാണ് ആ പിണക്കം ഭാവിക്കുന്നത്. എന്നിട്ട് ശാലിനി മനസ്സിൽ കരുതുകയാണ്, പാവം പട്ടിണി കിടന്നിട്ട് എൻ്റെ വയറ് വീർപ്പിക്കാനുള്ള ഉദ്ദേശമായിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അന്നേരം അതേപോലെ വിഷ്ണുവും ചിന്തിക്കുകയായിരിക്കും, ഞാൻ കഴിച്ചില്ല എന്ന് കരുതിയായിരിക്കും എന്നോട് കഴിക്കാൻ പറഞ്ഞതെന്നൊക്കെ. തുടർന്ന് 2 പേരും ഒരേ സമയം എങ്കിലൊരു കാര്യമൊന്ന് പറയാൻ വരികയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ പറയുന്നു. അപ്പം വിഷ്ണു പറയുകയാണ്, എങ്കിൽ ശാലിനി പറയുന്നു. വീണ്ടും 2 പേരും അടിവയ്ക്കുകയാണ്. വെറുതെ ഒരു തമാശയൊക്കെയാണ് അതൊക്കെ കാണിക്കുന്നത്. തുടർന്ന് വിഷ്ണു കരുതുന്നുണ്ട്, ഈ ഞാൻ പറയാൻ വന്നതാണോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറയാം, നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന്. അന്നേരം ശാലിനി സമ്മതിക്കുകയാണ്, ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനി 3 ഇഡ്ഡലിയല്ലേ ഉള്ളൂ, നമുക്ക് 2 പേർ കൂടി കഴിക്കാമെന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ അതെടുത്ത് ആദ്യം ശാലിനിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും കൊടുക്കുമ്പോൾ ഇനി വിഷ്ണുവേട്ടൻ കഴിക്കുമെന്നും പറഞ്ഞ് തിരിച്ച് വിഷ്ണുവിൻ്റെ വായിലേക്ക് വെച്ച് വിടുകയാണ്. തുടർന്ന് സന്തോഷത്തോടു കൂടി അവർ ആ ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയാണ്. തുടർന്ന് സങ്കടത്തോടെയാണെങ്കിലും വിഷ്ണു ചോദിക്കുന്നുണ്ട്, വയറ് നിറഞ്ഞോ എന്ന്. അന്നേരം വയറ് മാത്രമല്ല മനസ്സ് നിറഞ്ഞു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ് എന്ന് പറഞ്ഞങ്ങ് പറയുമ്പോൾ വിഷ്ണുവിനും അങ്ങ് സന്തോഷമാവുകയാണ്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ ഒറ്റയ്ക്ക് റൂമിലിരിക്കുകയാണ്. ഒരു ടേബിൾ ലാമ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്, അല്ലാതെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇരുട്ടത്തിരിക്കുമ്പോഴും രാഘവൻ നായർ ആകെ ടെൻഷനിലും ദേഷ്യത്തിലും ഒക്കെയാണ്. ഫോണൊക്കെ എടുക്കുന്നുണ്ട്, ഇനി വിഷ്ണുവിനെയും വിളിക്കാനാണെന്ന് തോന്നുന്നു. അതിനുശേഷം വേണ്ടാന്ന് വിചാരിച്ച് ഫോണങ്ങ് മേശപ്പുറത്തേക്ക് എറിയുകയാണ്. അന്നേരം പൊന്നിയാണെങ്കിൽ ആകെ പേടിച്ച് വരികയാണ്. അന്നേരം സാറെന്ന് വിളിക്കുമ്പോൾ എന്താണെന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ തന്നെ പൊന്നി അങ്ങ് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എടുത്ത് വെച്ചു എന്ന് പറയാൻ പറഞ്ഞു എന്നിങ്ങനെ പൊന്നി പേടിച്ച് പറയുമ്പോൾ എടുത്ത് വെച്ചെങ്കിലേ അത് എടുത്ത് വെച്ചവർ തന്നെ കഴിച്ചോളും, എനിക്ക് വേണ്ടാന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ പൊന്നി പേടിച്ചങ്ങ് തിരികെ പോകുന്നുണ്ട്. അന്നേരവും രാഘവൻ നായർ അങ്ങ് ദേഷ്യത്തോടു കൂടി ആ വീൽ ചെയറിൻ്റെ കയ്യിലേക്ക് അങ്ങ് ഇടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരവും രാഘവൻ നായരുടെ കണ്ണിൽ നിന്ന് അങ്ങ് കണ്ണീരൊഴുകുന്നുണ്ട്. ഇതേസമയം ഡൈനിങ് ടേബിളിൽ സത്യഭാമ രാഘവൻ നായരെ നോക്കിയിരിക്കുകയാണ് വരുന്നത്. അതേസമയം സുസ്മിതയാണെങ്കിൽ അങ്ങ് മൂക്കുമുട്ട വലിച്ചു വാരി കഴിക്കുകയാണ്. അതേസമയം പറയുന്നുണ്ട്, ആൻറ്റിയുടെ പഴം പുളിശ്ശേരിയെ കുറിച്ചാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പറ ചോറുണ്ണും, അമ്മ എപ്പോഴും പറയും ആൻറ്റിയുടെ ഇതിനെക്കുറിച്ചൊക്കെ. ബാംഗ്ലൂരിൽ ഡൽഹിയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഓടി ഇങ്ങ് വരാൻ തോന്നും, കൂട്ടമൊക്കെ അറിയാമെങ്കിലും അമ്മ ഉണ്ടാക്കിയാൽ ഇത്ര ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് പൊങ്ങുകയാണ് അവരുടെ പ്രശംസയൊക്കെ കേട്ടിട്ട്. തുടർന്ന് വീണ്ടും ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം മതി എന്ന് പറയുമ്പോൾ മോളല്ലേ പറഞ്ഞത് നല്ലതാണെന്ന്. അന്നേരം അത് വിശപ്പൊന്നുമില്ല, പക്ഷേ ആൻറ്റി സ്നേഹത്തോടെ വിളമ്പി തരുമ്പോൾ എങ്ങനെയാണ് വേണ്ടാന്ന് പറയുക എന്നും പറഞ്ഞ് ഈ ചോറ് മുഴുവൻ ഞാൻ കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് സുസ്മിതയും കഴിക്കുകയാണ്. തുടർന്ന് പക്ഷേ സത്യഭാമയുടെ മുഖത്ത് പിന്നീട് ചെറിയൊരു വിഷമം കാണുന്നുണ്ട്. അന്നേരം ആൻറ്റി കഴിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ രാഘവേട്ടനും കൂടി വന്നോട്ടെ എന്ന് പറയുകയാണ്. അതേസമയം പൊന്നി വന്ന് രാഘവൻ സാറിന് ഭക്ഷണം വേണ്ടാന്ന് പറയുന്നുണ്ട്. അന്നേരം കാരണം ചോദിക്കുമ്പോൾ കാരണമൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സത്യാമ്മയ്ക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സുസ്മിത കഴിച്ചിട്ട് ആ പ്ലേറ്റ് കൂടി കഴുകി വെച്ച് നീയും കഴിച്ചിട്ട് കിടന്നോ എന്ന് പറയുകയാണ്. അന്നേരം പൊന്നി പറയുന്നുണ്ട്, പ്ലേറ്റ് ഞാൻ കഴുകി വെച്ചേക്കാം, പക്ഷേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന്. ഇതിന് മുന്നേ അർജുന് വേണ്ടതെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുൻ സാറിന് വൈകിട്ടൊന്നും വേണ്ടാന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പൊന്നി സമ്മതിക്കുകയാണ്. തുടർന്ന് എനിക്കും വേണ്ടാന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ സുസ്മിത പെട്ടെന്ന് അങ്ങ് സത്യഭാമയെ ചൂടുപിടിപ്പിക്കുകയാണ്. കണ്ടില്ലേ ആൻറ്റി ധിക്കാരം, വേലക്കാരി വരെ കൂട്ടുചേർന്ന് ഗ്രൂപ്പ് കളിക്കുകയാണ് ഇവിടെയെന്ന്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്.
എൻ്റെ പ്രീതിമോൾ പ്രസവിച്ച് ശ്രീപാർവതിയാണ് ഈ വീട്ടിലെ സത്യഭാമയുടെ അനന്തരാവകാശി. അവളെയും കൊണ്ട് ശാലിനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളുടെ തൊണ്ടയിലേക്ക് ഒരിറ്റു വെള്ളമെങ്കിലും പോകുന്നുണ്ടോ എന്നന്വേഷിച്ച് ഈ വീടിൻ്റെ പടി സത്യഭാമ ഇറങ്ങിയിട്ടില്ല. പിന്നെയാണ് അങ്ങനെയുള്ള എന്നെയാണ് ഈ വേലക്കാരിയും എല്ലാവരും അച്ഛനും മക്കളും ഭർത്താവും ഒക്കെ ചേർന്ന് പട്ടിണി കിടന്ന് തോൽപ്പിക്കാൻ നോക്കുന്നു. ഇതൊന്നും സത്യഭാമയ്ക്ക് വെറും നിസ്സാരമാണ്, ഇതൊക്കെ പുല്ലുവിലയാണ്, എന്നെ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊന്നിയോട് ചാടുകയാണ്. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. കടന്നു പോടി എൻ്റെ മുമ്പിൽ നിന്നും പറഞ്ഞ് പൊന്നി അങ്ങ് ആട്ടിപ്പായിക്കുകയാണ്. തുടർന്ന് സങ്കടത്തോടെ പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ സുസ്മിതയ്ക്കാണെങ്കിലോ ആകെ സന്തോഷം. തുടർന്ന് രംഗം ഒന്നുകൂടി കൊഴിപ്പിക്കാനായിട്ട് സുസ്മിത പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കേണ്ട, ആരില്ലെങ്കിലും ആൻറ്റിക്ക് ഞാനില്ലേ എന്ന് പറയുകയാണ്. അന്നേരം സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഭാമ പറയുന്നുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല സുസ്മിതേ, എൻ്റെ സങ്കടം എൻ്റെ മോള് പ്രീതി ഓർത്തിട്ടാണ്. ആവശ്യപ്രകാരവും ഇഷ്ടപ്രകാരവും ഒക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാതെ കിടക്കുന്ന സാധുവിനെ ഓർത്തിട്ടാണ് എൻ്റെ വിഷമമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ്, പിന്നെ സാധു എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചകൈലാസത്തിൽ പ്രീതിയുടെ തല കല്ലിലേക്ക് ഇടിപ്പിച്ച സംഭവങ്ങളൊക്കെ അങ്ങ് ഓർക്കുമ്പോൾ സുസ്മിത അങ്ങ് ജ്വലിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ച് സുസ്മിത ഇരിക്കുകയാണ്. ഇതേസമയം പ്രീതിയുടെ അടുത്തിരിക്കുകയാണ് അർജുനാണെങ്കിൽ ഓരോ തുള്ളി വെള്ളമായിട്ട് പ്രീതിയുടെ ചുണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രീതി അതൊന്നും ഇറക്കുന്നില്ല. അതങ്ങ് കഴുത്തിലൂടെ വീഴുമ്പോൾ അതൊക്കെ ഒരു തോർത്ത് വെച്ച് അർജുൻ ഒപ്പിയെടുക്കുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടു കൂടി അർജുൻ അങ്ങ് പ്രീതിയോട് സംസാരിക്കുകയാണ്, വിഷ്ണുവും ശാലിനിയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ല, അവരെ സത്യാമ്മ ഇറക്കി വിട്ടതാണ്. നീ ഇങ്ങനെ ആയതിനു ശേഷം സത്യാമ്മ വീണ്ടും പഴയതുപോലെ തന്നെയായി. സത്യാമ്മയുടെ മാറ്റം ഒക്കെ പോയി, ആരെയും വിശ്വാസമില്ല, സുസ്മിതയെ മാത്രമേ വിശ്വാസമുള്ളൂ. എല്ലാവരും പറയുന്നത് പഞ്ചകൈലാസത്തിൽ അസിദ്ധം ജപിച്ചു തന്ന യന്ത്രം സ്ഥാപിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന്. പക്ഷെ അത് മാറ്റിവെച്ചത് സുസ്മിതയാണെന്ന് നിനക്കും അറിയാമല്ലോ. പക്ഷേ സത്യാമ്മ മാത്രം വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, നിനക്ക് മാത്രം അറിയാവുന്നത്. അതുകൊണ്ടാണ് നീ ഉണരുന്നതിനോട് സുസ്മിതയ്ക്ക് ഇത്രയും വലിയ ദേഷ്യം. അവൾ നിന്നെ കൊല്ലാനൊക്കെ ശ്രമിക്കുമെന്ന് ഇവിടെ വന്ന ഡോക്ടറും പറഞ്ഞു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിനക്ക് കാവലായിട്ട് ഞാനുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അർജുനൻ കരയുകയാണ്. അതേസമയം പ്രീതി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്നും അർജുനങ്ങ് കണ്ണീരോടെ പറയുന്നുണ്ട്, ശാലിനിയും വിഷ്ണുവും കൂടി പോയപ്പോൾ നമ്മുടെ പാറുകുട്ടിയും കൂടെ കൊണ്ടുപോയി. നിന്നോട് അവൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആദ്യമായിട്ടാണ് അവളില്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ എൻ്റെ ചങ്ക് തകരുന്നത് പോലെ തോന്നി. എന്നാലും സാരമില്ല, നിനക്ക് പകരമായിട്ട് നമ്മുടെ മോളുടെ അമ്മയാകാനായിട്ട് ശാലിനിക്കേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയുടെ കൈപിടിച്ചങ്ങ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അർജുൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ ചെയ്യാനാകാതെ നിശ്ചലമായിട്ട് പ്രീതിയും കിടക്കുകയാണ്. ഇതേസമയം താഴെ ഹാളിൽ സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാഘവൻ നായർ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നതാണ്. ഭാമയെ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. തുടർന്ന് സുസ്മിത താഴേക്ക് ഇറങ്ങി വരുന്നിട്ട് വീണ്ടും അങ്ങ് ആശ്വാസവാക്കൊക്കെ സത്യഭാമയോട് പറയുകയാണ്. ആൻറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആൻറ്റി ഇങ്ങോട്ട് ഇരുന്നേന്നും പറഞ്ഞ് സത്യഭാമയെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇതൊന്നും കണ്ട് ആൻറ്റി പരിഭ്രമിക്കേണ്ടെന്നും പറഞ്ഞ് വീണ്ടും എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് വിഷം കയറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പൊന്നി ഗുളികയുമായിട്ട് വരുന്നത്. തുടർന്ന് അത് വാങ്ങി സത്യഭാമ കഴിക്കുകയാണ്. അന്നേരം പൊന്നി വന്നത് സുസ്മിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സുസ്മിത പറയുന്നതൊക്കെ മുറിക്കകത്ത് കേട്ട് ദേഷ്യത്തോടെ രാഘവൻ നായർ ഇരിക്കുകയായിരുന്നു. അത്രയും ആ സീൻ കാണിക്കുന്നില്ല. തുടർന്ന് വീണ്ടും അർജുനും പ്രീതിയുടെയും ആ റൂം തന്നെയാണ് കാണിക്കുന്നത്. സങ്കടത്തോടു കൂടി അർജുൻ അങ്ങ് പ്രീതിയോട് സംസാരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിപ്പോൾ എവിടെ ആയിരിക്കും, അവൾ എന്ത് ചെയ്യുകയായിരിക്കും, വിശക്കുകയാണോ അവൾക്ക്, പിന്നെ ഈ വീട്ടിൽ കുറച്ച് സമയത്തെ അടുപ്പമേ നിന്നോടൊപ്പം ഉള്ളെങ്കിലും നിന്റെ ചൂടും സാമീപ്യവും ഇല്ലാതെ അവൾ എങ്ങനെ കഴിയുന്നുണ്ടാകും, നിനക്ക് അവളെ ഒന്ന് തലോടാനും കുഞ്ചിക്കാനും ഒക്കെ മോഹം ഉണ്ടായില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അന്നേരം അർജുൻ അങ്ങ് കരയുമ്പോൾ ആ ടവല് വെച്ച് തന്നെ അർജുൻ ഇങ്ങനെ കണ്ണീരൊപ്പുകയാണ്. അതേസമയം പ്രീതിയാണെങ്കിൽ പതിയെ വിരലുകൾ ഇങ്ങനെ അനക്കുകയാണ്. അർജുൻ പറയുന്ന ആ മോളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പ്രീതിക്ക് അങ്ങ് ചലനം ഉണ്ടാവുകയും കൈവിരൽ അനക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അർജുൻ അത് കാണുന്നില്ല. തുടർന്ന് അർജുൻ വീണ്ടും ആ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോളെ കിട്ടിയത്, അവളെ നിനക്ക് കാണണ്ടേന്നൊക്കെ പറഞ്ഞങ്ങ് സങ്കടത്തോടെ അങ്ങ് വിതുമ്പി സംസാരിക്കുമ്പോൾ പ്രീതി അങ്ങ് കരയുകയാണ്. രണ്ട് കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നുണ്ട്. തുടർന്ന് അർജുൻ അത് കാണുകയാണ്. ആദ്യം അർജുന് തൻ്റെ കണ്ണീര് കാരണം അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് അർജുൻ തൻ്റെ കണ്ണീരൊക്കെ തുടച്ച ശേഷം ഒന്നുകൂടി നോക്കുമ്പോൾ പ്രീതി ഇങ്ങനെ കരയുകയും കണ്ണിങ്ങനെ ഇമ വെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അർജുൻ അങ്ങ് ആകെ അന്തം വിടുകയാണ്. പ്രീതി മോളെ നീ കരയുന്നോ, കണ്ണ് അനക്കുന്നോ ചലിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ കവിളിലൊക്കെ പിടിച്ചങ്ങ് കുലുക്കുകയാണ്. അതേസമയം ഈ സംഭവങ്ങളെ രമണം പിള്ള വെളിയിൽ നിന്ന് കാണുന്നുണ്ട്.
തുടർന്ന് പിള്ളച്ചേട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പിള്ളയെ കാണുമ്പോഴേ അർജുൻ പറയുന്നുണ്ട്. അന്നേരം എന്താ മോനെ ചോദിക്കുമ്പോൾ ഇതേ പ്രീതി കരയുന്നു എന്ന് പറഞ്ഞിട്ട് അർജുൻ വീണ്ടും പറയുകയാണ്, കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് അങ്ങനെ കരയാറില്ല, അപ്പോൾ കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമാണ് എന്നൊക്കെ അങ്ങ് അർജുന് സന്തോഷത്തോടെ പറയുമ്പോൾ അങ്ങ് പ്രീതിയെ നോക്കുകയാണ് രമണൻപിള്ള. അത് കാണുമ്പോൾ രമണൻപിള്ളയ്ക്കും ആകെ സന്തോഷമാവുകയാണ്. അന്നേരം ഞാൻ സത്യാമ്മയോടും രാഘവ സാറിനോടും ഒക്കെ പറയട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ പറഞ്ഞോ എന്ന് അർജുൻ പറയുകയാണ്. തുടർന്ന് വെപ്രാളത്തോടു കൂടി പിള്ള അങ്ങ് താഴേക്ക് ഓടുന്നുണ്ട്. തുടർന്ന് മോളിൽ നിന്ന് തന്നെ സത്യാമ്മയെന്ന് ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ഉറക്കെ രമണൻപിള്ള വിളിക്കുമ്പോൾ ഒരു നിമിഷം അത് ശ്രദ്ധിക്കുകയാണ് ഭാമയും സുസ്മിതയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാനായിട്ട്. അത്രയുമേ അവിടെ കാണിക്കുന്നുള്ളൂ. തുടർന്ന് മോളെ പ്രീതി എഴുന്നേൽക്കെന്നും പറഞ്ഞ് അർജുനങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരവും പ്രീതിയുടെ കണ്ണ് ഇമ വെട്ടുകയും കണ്ണുനീര് ഒഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കാണുമ്പോൾ സുസ്മിതയ്ക്കാണെങ്കിൽ വീണ്ടും വാശി കയറും. പ്രീതിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമോ അതേ പ്രീതി വീണ്ടും ഉണരുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.